ലക്ഷങ്ങളാണ് ലാഭം. 1-2 രൂപയല്ല, ലക്ഷങ്ങൾ ലാഭം. അതായത് നേരത്തെ നമുക്ക് 7 ഡേ റിട്ടേൺ പോളിസി അല്ലായിരുന്നോ, ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ 140 ക്വാളിറ്റി ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ടായിരുന്നു ഇവർ വെഹിക്കിൾസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് താണ്ട് ക്വിക്കായിട്ട് ക്യാഷ് കിട്ടുന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് പെട്ടെന്നൊരു ക്യാഷ് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കിലോമീറ്റർ ഇവർ മറച്ചു വെക്കുമോ അല്ലെങ്കിൽ ഫോർജറി ചെയ്യുമോ എന്നുള്ളൊരു ഇഷ്യൂ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളൊരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഞാൻ താണ്ടെ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ കാസ് 24 ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ സന്ദീപിനൊരു വെഹിക്കിൾ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതുപോലെ ഞാനിന്ന് വീണ്ടും വന്നതെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു കുറേയധികം ഫ്ലീറ്റ്സ് കൊച്ചിയിൽ താണ്ടെ നിങ്ങൾ കാണുന്ന പോലെ കുറേയധികം പുതിയ ഫ്ലീറ്റുകൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ് 24 അകത്ത് ഒരു വലിയൊരു ചേഞ്ച് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമുക്ക് 7 ഡേ റിട്ടേൺ പോളിസി അല്ലായിരുന്നോ, ഇപ്പോൾ വരുന്നത് 30 ദിവസത്തെ റിട്ടേൺ പോളിസിയാണ്. നിങ്ങളത് ആലോചിക്കുക, ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് 1 മാസം ഇവരൊരു റിട്ടേൺ പോളിസി തരുന്നുണ്ട്, 1 മന്ത് റിട്ടേൺ പോളിസി. അത് ശരിക്കും അടിപൊളിയല്ലേ? അതുപോലെ തന്നെ നേരത്തെ 140 ക്വാളിറ്റി ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ടായിരുന്നു ഇവർ വെഹിക്കിൾസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് താണ്ട് 300 ചെക്ക് പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ആ 300+ ചെക്ക് പോയിൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള, അതായത് 300+ ക്വാളിറ്റി ചെക്ക് പോയിൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള കുറേയധികം വണ്ടികൾ ഇന്നിവിടെ കിടപ്പുണ്ട്. ലക്ഷങ്ങളാണ് ലാഭം. 1-2 രൂപയല്ല, ലക്ഷങ്ങൾ ലാഭം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറില്ല, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും പുതിയ മോഡൽ, അതായത് ഒരു 2-3 കൊല്ലം പഴക്കം എന്നാൽ ലോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ലെന്ന് സ്ഥിരം പറയാറില്ലേ. അപ്പോൾ അതുപോലെ കുറച്ച് വണ്ടികൾ ഞാൻ പിക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 5 വണ്ടിയാണ് പിക്കൗട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീ മുഴുവൻ നമ്മുടെ അഖിലിൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ വണ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് ബാക്കി കുറേ അഡ്വാൻറ്റേജും കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെയൊക്കെ പണ്ടത്തെ ഒരു ഫേവറേറ്റ് കാറായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കാറിലൊന്നായിരുന്നു. കുഞ്ഞുനാളിൽ നമ്മൾ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ വീട്ടിലൊരു ഡ്രീം കാർ എന്ന് പറയുന്നൊരു സാധനമായിരുന്നു ഈ ഒരു മുതലെന്ന് പറയുന്നത്. ഈ കീ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുന്ന 2015 മോഡൽ ഒരു ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ ആ ഒരു ഐ-വി-ടെക് എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് റിയലി ഫേമസ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല 3 കിടപ്പുണ്ട്, 2 സെല്ലായിപ്പോയി, ഒരു എണ്ണം കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഹോണ്ട സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു ലോ മെയിൻ്റനൻസ് തന്നെ. അതായത് നമുക്ക് റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹോണ്ട വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമുക്കൊരു പാറ്റൻ ടാങ്ക് പോലെ കിടന്ന് ഓടിക്കോളും, ഒന്നും വരാനൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ റിയലി വാല്യുബിൾ കാർ. അത് മാത്രമല്ല, നമുക്ക് വേണ്ട യാത്രാസുഖം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട കംഫർട്ടുകളുണ്ട്. ഞാൻ ആ സമയത്ത് വെർണയായിരുന്നു എടുത്തത്. അപ്പോൾ അന്ന് ഈ ഹോണ്ട സിറ്റി എടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ എൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് ഹോണ്ട സിറ്റി സംഭവിച്ചില്ല, പുള്ളി എന്ന് വെർണ എടുത്തു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റി കുറച്ചുകൂടി ഒരു പോഷ് കാറാണ് എന്നുള്ളൊരു ഫീല് പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പപ്പ കുറച്ചുകൂടി ഒരു സിമ്പിൾ സിറ്റിയുടെ ആളാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി അന്ന് വെർണ എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഹോണ്ട സിറ്റി അന്ന് അപ്പോൾ പറഞ്ഞ കറക്റ്റാണ്, ഒരു പോഷ് ഫീല് നമുക്ക് തരുന്നുണ്ട്. അതായത് നല്ലൊരു ഭയങ്കര ഒരു പ്രീമിയം കാറിൽ പോകുന്നൊരു ഫീലിംഗ് ശരിക്കും ഇവൻ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മോഡലാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ അകത്തെ ഇൻറ്റീരിയർ ഷോട്ട്സൊക്കെ താണ്ട് അകലിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അടിപൊളി ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു മാനുവൽ മോഡലാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് 2015 മോഡൽ ഹോണ്ട സിറ്റിയാണ്. ഇവ ശരിക്കും 56,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതായത് ഈ കഴിഞ്ഞൊരു 10 കൊല്ലം കൊണ്ട് ലോ കിലോമീറ്റർ കിടക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള 300+ ക്വാളിറ്റി ചെക്ക് നോക്കിയിട്ട് മാത്രമേ ഇവർ എടുക്കത്തുള്ളൂ വെഹിക്കിൾസ്. നിങ്ങൾ ധൈര്യമായിട്ട് ഈ കാസ് 24 ട്രസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇവരുടെ ക്വാളിറ്റി ചെക്കിൻ്റെ അതൊന്നും ഉടായ്പൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇത് സെൻട്രലി ഇരുന്ന് അവർ ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇതിന് വലിയൊരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ബ്രാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. അല്ലാതെ നമ്മൾ ചെറിയ യൂസ്ഡ് കാർ ഡീലർമാരെന്ന് പറഞ്ഞാൽ പല ഉടായ്പും കാണിക്കും. കാരണം അവർക്ക് ബ്രാൻഡോ ഒന്നുമില്ല, അവർ ആ കൊടുക്കുന്ന കാറാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഒരു ബ്രാൻഡ് വാല്യൂ കീപ്പപ്പ് ചെയ്യേണ്ടതുകൊണ്ടും ഇത്രയും വലിയൊരു കമ്പനി ആയതുകൊണ്ടും ഇവരൊരു 300+ ചെക്ക് പോയിൻറ്റ്സും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ 2015 മോഡൽ വെറും 56,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹോണ്ട സിറ്റിയാണ്. മാനുവലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 5,10,000 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ EMI ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപ വരുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും നിങ്ങൾക്ക് വേണ്ടതൊരു ഫാമിലി കാറാണ്, വളരെ സ്പേഷ്യസ് ആയിരിക്കണം, മെയിൻ്റനൻസ് ഒന്നും പാടില്ല, എന്നാൽ എല്ലാവിധ ഫീച്ചേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ, മൈ ഗ്യാരണ്ടി. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ 3-4 കാറുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ എക്കോസ്പോർട്ടൊക്കെ എടുത്തായിരുന്നു, പക്ഷേ എക്കോസ്പോർട്ടൊക്കെ സെല്ലായി. ഇതിൻ്റെ അകത്ത് പല വണ്ടികൾ സെല്ലായി പോകുന്നുണ്ട്, കാരണം അത്ര ഡിമാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ കാസ് 24 ആപ്പിൽ കയറി കൊച്ചി ഫിൽറ്റർ ഇട്ട് നോക്കിയാൽ മതി. നമുക്ക് എല്ലാ ഫിൽറ്റേഴ്സും ഉണ്ട്. ആ ഫിൽറ്റേഴ്സിൻ്റെ അകത്ത് നമ്മൾ പണ്ട് OLX-ലൊക്കെ കയറി തപ്പെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി തപ്പി നല്ല കാറുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത് ഞാൻ കണ്ട നമുക്കൊരു ഈ കീ കണ്ടിട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ വേറൊരു കീ ഉണ്ടല്ലോ. ഈ 2 കീയും കണ്ടിട്ട് ഇതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊന്ന് I20 ഒന്ന് വെന്യൂ ആണ്. എനിക്ക് തോന്നുന്നത്
ഇത് വെന്യൂ, ഇത് i20 ആണെന്ന് തോന്നുന്നു. നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഗസ് ചെയ്ത പോലെ ഇത് തന്നെ നമ്മുടെ i20യുടെ കീ ആണ്. ആ ഒരു പഴയ കീ. അത് കഴിഞ്ഞപ്പോഴാണ് ഹുണ്ടായ് ഏതാണ്ട് ഈ ഒരു കീ സ്റ്റൈലിലേക്ക്, ഒരു പാറ്റേണിലേക്കൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i20യുടെ ഫുൾ ഓപ്ഷനാണ്. അത് അസ്റ്റായുടെ ഓപ്ഷണൽ വേരിയൻ്റാണ് ഈ ഒരു i20 എന്ന് പറയുന്നത് ഹുണ്ടായുടെ. അപ്പോൾ ഇത് ശരിക്കും ഒരു 2020, നമ്മൾ പറഞ്ഞ പോലെ 2023 വേരിയൻറ്റ് i20യുടെ ഫുൾ ഓപ്ഷൻ പെട്രോൾ എഞ്ചിനാണ്. അതാണ്ട് മാനുവൽ ഗിയർ ബോക്സ് ഒക്കെ വരുന്നത്. ഇത് ശരിക്കും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 12 ലക്ഷം രൂപ ആ ഒരു റേഞ്ച് വരുന്ന വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന പോലെ 7.89 lakhs മാത്രമേ ഉള്ളൂ. 3 കൊല്ലം കമ്പനി എഞ്ചിനും ഗിയർ ബോക്സിനും AC കംപ്രസറിനും വാറണ്ടി വരുന്നുണ്ട്. 1 മാസത്തേക്ക് അൺലിമിറ്റഡ് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദിസ് i20 ഈസ് ഓൾസോ അവർ പിക്ക്. നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ ഫോർ മണി പ്രപ്പോസിന് തോന്നിയ ഒരു മോഡലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിലെ ഡിസൈൻ വരുന്നത്. ഇതൊരു ആ ഒരു കുറച്ച് കാലം മുമ്പുണ്ടായിരുന്നു ആ ഒരു i20 അവിടെ കിടപ്പുണ്ടതാണ്ട്. ആ ഒരു ഡിസൈനേക്കാളും കുറച്ചൊരു സ്പോർട്ടി സ്റ്റൈൽ വരുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജാണ് ഹുണ്ടായ് ഈ മോഡൽ വന്നപ്പോൾ ഫോളോ ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ഇൻറ്റീരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യുവൽ കളർ ടോൺ വരുന്ന ഒരു ഇൻറ്റീരിയറുമാണ് ഇവനിലൂടെ ത്രോട്ട് പോകുന്നത്. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഞാൻ അകലിൽ നിന്ന് ക്യാമറ മേടിച്ചെടുത്താൽ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വെന്യൂ കിടപ്പുണ്ട്. ഈ വെന്യൂ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നൊരു ഡിസയറാണ്, ഒരു വാല്യൂ ഫോർ മണി ഡിസയറാണ്. ഇവിടെ ഒരു ചേട്ടൻ വെഹിക്കിൾ നോക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ഹോണ്ട സിറ്റി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതുപോലെ ഡിസയറിൻ്റെ കീയും ആൾ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഡിസയർ നോക്കാം. അതുപോലെ തന്നെ ഒരു ഇഗ്നീസും കൂടെ ഉണ്ട്. കുറച്ചുകൂടി ഒരു കുഞ്ഞു വണ്ടി നോക്കുന്നവർക്ക്, ഒരു ഹാച്ച് ബാക്ക് നോക്കുന്നവർക്ക് ഒരു ഇഗ്നീസ് കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ്ട് വീണ്ടും നമുക്ക് മാരുതിയുടെ ഒരു വണ്ടിയിലേക്ക് പോകാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് കീ കിട്ടിയതാണ്ട് ഇഗ്നീസിൻ്റെയാണ്. ഇത് ശരിക്കും 2020, ഇവിടെ കിടക്കുന്ന കുറേ വണ്ടികളും ഫുൾ ഓപ്ഷനാണ് കേട്ടോ. ഇത് 2023 ഫുൾ ഓപ്ഷൻ മാരുതി സുസുക്കിയുടെ ഇഗ്നീസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 36,000 കിലോമീറ്റർ 34,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ബാക്കിലത്തെ ടയർ തീർന്നിട്ടാണ്. കാരണം ഇത് ഫസ്റ്റ് കമ്പനി വന്ന ടയർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. 34,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ലക്ഷണം ലിറ്ററലി അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കിലോമീറ്റർ ഇവർ മറച്ചു വെക്കുമോ അല്ലെങ്കിൽ ഫോർജറി ചെയ്യുമോ എന്നുള്ളൊരു ഇഷ്യൂ നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ ഒരിക്കലും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവർക്കത് പറ്റില്ലായിരിക്കും. അപ്പോൾ അതാണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്താ പറയണ്ടത്, മാരുതിയുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക്, അല്ലെങ്കിൽ നമുക്കൊരു കൂൾ എലമെൻ്റ് ഒക്കെ കിട്ടുന്ന വളരെ സിമ്പിളായിട്ട് യൂസബിലിറ്റി ചെയ്യാൻ പറ്റുന്ന, നല്ല യൂസബിലിറ്റി ഉള്ള ഒരു മോഡലാണ് ഇവരുടെ ഇഗ്നിസ് എന്ന് പറയുന്നത്. അതാണ്ട് ഓട്ടോമാറ്റിക് AC ഒക്കെ ആണെങ്കിലും യൂഷ്വലി മാരുതി കാണുന്ന ഒരു ഡിസൈനല്ല. സ്വിച്ചസ് ഒക്കെ ഓഫ് കോഴ്സ് കുറച്ചുകൂടി ഒരു പ്രീമിയം ക്വാളിറ്റി തരുന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ യൂഷ്വലി മാരുതി കാണുന്ന ഒരു ഡിസൈനല്ല. ഇത് മാരുതിയുടെ ഒരു ഡിസൈൻ പോലെ തന്നെ നമുക്ക് തോന്നും. ശരിക്കും പുറത്തുമേ കാണുന്ന പോലെയല്ല, അകത്ത് നല്ല ഹെഡ് റൂമും ഒക്കെയുള്ള, എന്നാൽ വാഗണാറിനേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല പവറുള്ള ഒരു വെഹിക്കിളാണ് ഈ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 6.19 സംതിങ് ആണ്. കറക്റ്റ് എനിക്കറിയത്തില്ല. ഇവരുടെ Cars24 ആപ്പ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എനിക്കറിയത്തില്ല എന്നുള്ളത്, ഞാൻ മറന്നുപോയി. ഇത് 6.1 സംതിങ് ആ ഒരു റേഞ്ചാണ്. അത് നിങ്ങൾ EMI ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വളരെ മൈൽഡായിട്ടൊരു എമൗണ്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇതും ഫുള്ളി ഫീച്ചർ റിച്ച് ആണ്. ഇതിൻ്റെ അകത്ത് പെട്രോള് ഇവർ അടിച്ചിടുന്നില്ലെന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. സെറ്റായി. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശകലം പെട്രോൾ കാണും, ബാക്കി പിന്നീട് ഇവർ ഊറ്റിക്കും. അതുകൊണ്ട് ഹാൻഡിലൊക്കെ നോക്കി ഒരു ഇതൊക്കെ കൊള്ളാൻ കേട്ടു. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന്, ഞാൻ ഇഗ്നീസിൻ്റെ അകത്ത് ഇഗ്നീസ് ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് കൊള്ളാം, ഒരു പ്രീമിയം ഫീൽ നമുക്ക് കൃത്യമായിട്ട് തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈവ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ട് കാർ, കുഞ്ഞിക്കാർ എന്നുള്ളൊരു ഫീല് കൃത്യമായിട്ട് താണ്ടെ കൊള്ളാം. സ്റ്റിയറിംഗ് ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അത് ഈ അകത്തായതുകൊണ്ടും ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടുമാണ് ഞാനിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ താണ്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ആ കോൺ വെട്ടിച്ച് ഇങ്ങോട്ട് എടുക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഹാൻഡ്ലിങ് കിട്ടുന്ന ഒരു മോഡലാണ് ഈ ഒരു ഇഗ്നീസ് എന്ന് പറയുന്നത്. അവിടെ നിറയെ പുള്ളി എന്നെപ്പോലെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒതുക്കിയാക്കാം. നമ്മൾ എടുത്തെടുത്ത് തന്നെ നമുക്കുണ്ടെന്ന് ബാക്കിയതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. വളരെ ഒരു കുഞ്ഞു വണ്ടി, ക്യൂട്ട് വണ്ടി ഒരു ഫീല് ഇവൻ തരുന്നുണ്ട്. അപ്പോൾ ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ടവർക്ക് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഈ ഇഗ്നിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന മുതൽ നമ്മൾ പണ്ട് ജോബിന് റെക്കമെൻഡ് ചെയ്ത് എടുത്തു കൊടുത്ത ഒരു ഡിസയറിലെ, അപ്പോൾ അതുപോലെ തന്നെ അവനെടുത്ത് തന്ന VXA ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇവിടെ കിടക്കുന്ന ZXA, അതായത് ഫുൾ ഓപ്ഷൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമ്മുടെ Cars24 കിടപ്പുണ്ട്. ഇത് 2018 വേരിയൻറ്റ്, 2018 വേരിയൻ്റാണ്. 47,000-48,000 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന വില ഏതാണ്ട് 5.71 lakhs ആണ്. അതൊന്ന് ആലോചിച്ച് നോക്കി. അത് ഭയങ്കര വാല്യൂ ഫോർ മണി ഡീലല്ല. അതായത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് കാർ. ഇനി ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലിനേക്കാളും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഒരു വുഡ് എലമെൻറ്റ് ത്രൂ ഔട്ട് അതിലൂടെ പോകുന്നുണ്ട്. ശരിക്കും ഒരു അടിപൊളി കാറായിട്ട്
നമുക്ക് തോന്നും. അതായത് നമുക്ക് ലിറ്ററലി ഇത് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ പോലും നമ്മൾ എടുത്ത പ്രൈസ് ഏകദേശം കിട്ടും. അതാണ് ഈ ഒരു ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത മോഡലുകളുടെ ഒക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്. ആ ഒരു ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഓണർക്ക് പോയി നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് വളരെ വാല്യൂ ഫോർ മണി ഡീലിന് എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഇപ്പോൾ സെല്ലായി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വന്ന ചേട്ടന് ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പം ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം കാസ്റ്റ്24ൻ്റെ ആപ്പിൽ കയറിയാണ്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഒരു വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് കാർ നോക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വെന്യൂ ആണ്. ഇത് 2022 മോഡലാണ്. അപ്പോൾ വെന്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹുണ്ടയുടെ വണ്ടിയാണ്. വേറെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ലെവലായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഫീച്ചേഴ്സും ഹുണ്ട എപ്പോഴും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് മോഡലിൽ ഒന്നാണ് വെന്യൂ എന്ന് പറയുന്നത്. ഇത് 2022 മോഡലാണ്. ഇത് 33,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ. ഇതിന് പുതിയ ഓപ്ഷൻ ആണെങ്കിൽ ഏതാണ്ട് 12 രൂപ ആ റേഞ്ച് വരുന്ന വണ്ടിക്ക് ഇതിന് ഏതാണ്ട് 7.77 lakhs ആണ് നമ്മുടെ കാസ്റ്റ്24 ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇൻറ്റീരിയർ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ തവണ ഒരു IMD വെന്യൂ ഓടിച്ച് തുടങ്ങുന്നുണ്ട് സന്ദീപ് വന്ന സമയത്ത്. അത് ആ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ അതൊക്കെ സെല്ലായി എന്ന് പറഞ്ഞാൽ അതുപോലെ ഡിമാൻഡാണ് ഇവരുടെ കാസ്റ്റ്24ൻ്റെ വണ്ടികളെന്ന് പറയുന്നത്. പിന്നെ ഇൻറ്റീരിയറെല്ലാം ഇപ്പോൾ അതിൽ കാണിച്ചു തരും. എൻ്റെ 300+ ചെക്ക് പോയിൻറ്റ് നോക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മോട്ടറിൻ ദ സെൻസ് എഞ്ചിനും ഗിയർ ബോക്സിനും മറ്റേ നമ്മുടെ AC കംപ്രസറിനും 3 കൊല്ലത്തേക്കുള്ള വാറണ്ടി വരുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് റിട്ടേൺ കൊടുക്കണമെങ്കിൽ റിട്ടേൺ കൊടുക്കാനുള്ളൊരു പോളിസി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, 1 മാസത്തേക്ക് കംപ്ലീറ്റ്ലി വാറണ്ടി. ഓഫ് കോഴ്സ് അത് റിട്ടേൺ പീരീഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാ സാധനത്തിനുള്ള വാറണ്ടി അവർ തരുന്നുണ്ട്. പിന്നെ EMI ലോൺ നോക്കുന്നവർക്കൊക്കെ ക്വിക്കായിട്ടുള്ള അങ്ങനത്തെ ഓപ്ഷൻസ് അവർ തരുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും വണ്ടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ എക്കോസ്പോർട്ടൊക്കെ കാണിക്കുന്നത്, പക്ഷേ അതൊക്കെ അപ്പോൾ തന്നെ ബുക്ക്ഡാ ഉണ്ട് ഈ തരത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ ദാണ്ട് i20 കാണിച്ചു, ഡിസയർ കാണിച്ചു, വെന്യൂ കാണിച്ചു, ഇഗ്നിസ് കാണിച്ചു, പിന്നെ ഏതാണ് അഖിലെ കാണിച്ച് ഹോണ്ട സിറ്റി കാണിച്ചു. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഓപ്ഷൻ എന്നുള്ള എൻ്റെ അടുത്ത് പറയാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ്ഫുള്ളായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. കാരണം ഇവർ അഡ്വാൻസ് കൊടുത്ത് ചെയ്യുമ്പോൾ തന്നെ ഇവർ RC ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പക്ക ആണെന്നുള്ളത് അവർ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടികളാണെങ്കിൽ മാത്രമേ അവരെടുക്കത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ അവരെന്താണെങ്കിലും അത് പർച്ചേസ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതും നോക്കാൻ പറ്റും. അപ്പോൾ തന്നെ ക്വിക്കായിട്ട് ക്യാഷ് കിട്ടുന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് പെട്ടെന്നൊരു ക്യാഷ് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്ത് ആ സ്പോട്ടിൽ തന്നെ അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഏകദേശം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ്24ൻ്റെ ആപ്പ് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ പുതിയതായിട്ട് അവരുടെ 300+ ചെക്ക് പോയിൻറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു 30-day റിട്ടേൺ പോളിസിയും വന്നിട്ടുണ്ട്. അപ്പോൾ സോ ദാറ്റ്സ് ഫ്രം മൈ സൈഡ്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.